ഇതുവരെയുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ, നടി, സംവിധായകൻ, ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ തന്നെയാണ്. ഒരുപാട് സിനിമ തന്നെ എടുത്ത് ചെയ്യുന്ന മോഹൻലാലാണ്. പിന്നെ മോഹൻലാലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ കഴിഞ്ഞൊരു ആളെ പറയാം. മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളം സിനിമയിലാണ് മൊത്തത്തിൽ പ്രകാശ് രാജ് തമിഴില് നല്ല നടനാണ്. പിന്നെ നെടുമുടി വേണു പോയി. സ്റ്റാർ അല്ല മലയാളത്തിൽ ഇപ്പൊ പുതിയ ആകുമ്പോൾ എല്ലാവരും ഫാസ്റ്റ് വരും. പക്ഷെ ഫാസ്റ്റ് മെത്തേഡ് ആക്ടറാണ്. ഫാറിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ആസിഫ് അലിയാണ്. ഫേസിൽ നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്. എനിക്ക് പട്ടാരക്കര അങ്ങനെ വലിയ ബൻഗോബി അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ടായി. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഫാസ്റ്റ് സിനിമ ചെയ്യുന്നുണ്ട്. മെത്തേഡ് ആക്ടർ നല്ല സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നടി സംവിധാനം പറയുകയാണെങ്കിൽ നടി ഇപ്പൊ എല്ലാവരും ഉർവശിയെ കുറിച്ച് പറയും. ഉർവശിക്കാട്ട് റേഞ്ചുള്ള മഞ്ജുവാര്യകളാണ്. മഞ്ജുവാര്യർ സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആവുക. കാരണം അവര് വളരെ രണ്ടാമത് വന്ന് ചെയ്യുന്ന ഫിലിംസ് നല്ലതാണ്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയി പോകും. കാരണം അവര് ഫൂട്ടേജ് പോലെ മൂവി അല്ല, ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അവർക്ക് ത്രൂ ഔട്ട് കോമഡി ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യുകയാണെങ്കിൽ അവർക്കാണ് ഏറ്റവും റേഞ്ച് ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കര സ്റ്റാറാണ്, നിങ്ങളുടെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ഫാമിലിയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്റെ ഫാദർ എനിക്ക് പലതും അനുവദിക്കില്ലായിരുന്നു. ഈസ് ഡിഫറൻറ്റ്. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനോ ഗൈഡൻസ് തരാനോ ആരുമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിൽ പോവാണ്. സുഹൃത്തുക്കളുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടോ? സിൻസിയറായിട്ട് സുഹൃത്തുക്കളില്ല. എല്ലാവരും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ്. ആത്മാർത്ഥ ഫ്രണ്ട്സ് ഇല്ല. അതിപ്പോ ഈവൻ മോഹൻലാൽ എല്ലാവരും ഫ്രണ്ട്സിന് വേണ്ടി ഇരിക്കണം, പക്ഷെ അയാളുടെ ഫ്രണ്ട്സിന് അയാളോട് സിൻസിയർ ചെയ്യില്ല. അങ്ങനെ സിൻസിയർ ഫ്രണ്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഫ്രണ്ട് അല്ലേ, ഒരു ബ്രദർ കൂടെയാണ് വിളിക്കാം, ഫ്രണ്ട് അല്ല. പുള്ളിയുടെ ഫ്രണ്ട്സ് പുള്ളി പറ്റിക്കുകയും ചെയ്തു. മിക്ക ഫ്രണ്ട്സ് അങ്ങനെയാണ്. പൊതുവേ മലയാളികൾ ഫ്രോഡുകളാണ്. നമുക്ക് പണത്തോടെ ആത്മാർത്ഥതയില്ല. നമ്മളെ എക്കണോമിക്കലി ഉപയോഗിക്കല്ലാതെ സിൻസിയർ ഫ്രണ്ട്സ് വളരെ കുറവാണ്. അപ്പൊ സന്തോഷ് വർക്കിക്കും ഈ പറയുന്ന രീതിയിൽ ഫ്രണ്ട്സ് ഒരാൾ പോലും ഇല്ല. ചെറുപ്പത്തിലുണ്ടായി, ഇപ്പൊ ആരുമില്ല. ആള് ഇപ്പൊ എവിടെയാന്ന് അറിയില്ല. അവരിലിപ്പോ പല സ്ഥലത്തായി. അതുകൊണ്ടാണ് അവര് പുറത്തേക്ക് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് പലയിടത്തേക്കാണ്. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഇത്രയും വൈറലായിട്ട് ഒരാളെ പോലും കിട്ടിയില്ല. എനിക്കിപ്പോ ഫ്രണ്ട്സ് അത്രയില്ല. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ആരും സിൻസിയർ അല്ല. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താ? അവർ സ്നേഹിക്കുന്നത് എന്നെയാണ്, എന്റെ പണത്തെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാത്തവരും ഉണ്ടല്ലോ. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പറയാം. അങ്ങനെ അല്ലാത്തവരും എനിക്കറിയാലോ. ഞാൻ ഈവൻ ചെയ്താന്റെ കേസ് പറയുകയാണെങ്കിൽ ചെയ്താൻ ജയിലാണ്, പക്ഷെ ഞാൻ ജയിലിലായി പോലും ഒന്നും കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ കേറ്റൂല. പിന്നെ വന്നിട്ട് എന്താ കാര്യം? പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കേറ്റൂല. പിന്നെ അവിടെ വരേണ്ട ആവശ്യം തിരിക്കുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പേര് വന്നു. അല്ല പിന്നെ എങ്ങനെ വരുന്നേ? കേറ്റൂല. കാണുകയും ചെയ്തു. ഇല്ല, ഫാമിലി മെമ്പേഴ്സിനെ കയറ്റത്തുള്ളൂ. ഫാമിലീസ് കയറി ലിബിലി കണ്ടു, മറ്റേ ഷജാദ് കണ്ടു, പല ആൾക്കാരൊന്നും കണ്ടല്ലോ. ഒരു ദിവസം എന്താ ഒരാളെ രണ്ടോ ഞങ്ങൾ വന്നപ്പോ അങ്ങനെ പറഞ്ഞേ, കേറ്റില്ല. നിങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ കണ്ടവരുമുണ്ട്. അങ്ങനെ ഭയങ്കര സിൻസിയറായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ ജയിച്ചാൽ അതിനെ കുറിച്ച് പബ്ലിക്കായിട്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് അല്ല പുള്ളി, ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആളാരാണ് താങ്കളുടെ? അല്ല, ഞാൻ പുള്ളി സോഷ്യൽ ക്രിറ്റിക്കാണ്. സെലിബ്രിറ്റി രീതിയിൽ ഞാൻ കാണും. അതായത് എനിക്കിപ്പോ എല്ലാ കാര്യവും പുള്ളിയായിട്ട് ഷെയർ, അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സിനിമ റിവ്യൂ ആണ് ഇപ്പൊ കൂടുതൽ ചെയ്യുന്നത്, അല്ലാതെ എന്തൊക്കെയാണ് വേറെ ഇപ്പൊ ചെയ്യുന്നത്? വേറെ എന്റെ ഏറ്റവും വലിയ പാഷൻ സിനിമയല്ല, ഫിലോസഫിയാണ്. പക്ഷെ അങ്ങനെ എൻവയോൺമെന്റ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്നത് കേരളം ഇപ്പൊ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ കാലം കഴിഞ്ഞ് യൂറോപ്പിൽ പോകാൻ പ്ലാൻ ഇല്ല. ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറി പ്രൊഫസർ അങ്ങനെ ആയിട്ട് വന്നത്. അല്ലാതെ ബിസിനസിനോടും താല്പര്യമില്ല. എനിക്ക് പണത്തോട് അങ്ങനെ വലിയ ആർത്തിയില്ല. എനിക്ക് പണത്തെക്കാളും ഇഷ്ടം ഫെയിമാണ്. ചിലർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും, ചിലർക്ക് പവർ ആയിരിക്കും, ചിലർക്ക് മണി ആയിരിക്കും, ചിലർക്ക് ഫെയിം ആയിരിക്കും. എനിക്ക് ജീവിച്ചു പോകാൻ പണം മതി. എന്റെ താല്പര്യം ഫെയിമാണ്. ലക്ഷറി ലൈഫിനോട് താല്പര്യമില്ല. ഉദ്ദേശിച്ച ഫെയിം ഈ ഫെയിമല്ല. ലക്ഷറി ലൈഫിനോട് താല്പര്യമില്ല. എനിക്ക് സാധാരണ എനിക്ക് കാറിനൊന്നും റേസ് ഇല്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് റേസ് ഇല്ല. എനിക്ക് അങ്ങനെ വലിയ ഭയങ്കര ആഡംബര ജീവിതം വേണ്ട, ഒരു ബേസിക് ലിവിങ് മതി. അതുകൊണ്ട് എനിക്കുണ്ട്. എനിക്ക് പണത്തെക്കാളും താല്പര്യം ഫെയിമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഫെയിം ഇതല്ല, ഇന്റലക്ച്വൽ ഫെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വല്ല മൈത്രേൻ ആരില്ലാതെ പോകുന്നതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള ഒരു കൂടുതൽ ചാൻസ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയത് മീഡിയക്കാരാണെന്ന് ഞാൻ പറഞ്ഞ മീഡിയക്കാരെ കുറ്റം പറയാൻ പറ്റും. ആളുകളാണ് അല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് താങ്കളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതും ചെയ്യാൻ പറയുന്നതും. അതെന്ന് പറയാൻ പറ്റില്ല. എന്തോ മീഡിയക്ക് കുറച്ച് എത്തിക്സ് കുറവാണ്. റീച്ച് കിട്ടിയാൽ മതി. റീച്ച് മതി. അതുകൊണ്ട് അവർ ഇത് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് എന്നെക്കാട് ഉപയോഗിച്ച് പെരേരയാണ്. അതെ, പെരേര പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യും. എനിക്ക് തോന്നുന്നു താങ്കളും ചില സമയത്ത് മാത്രം കാണിക്കാൻ കൂട്ടാം.
പക്ഷെ ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് മാത്രം കാണിച്ചിട്ടില്ല, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. പെരേര റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുകയാണ്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട്. എന്റെ വലിയൊരു പ്രശ്നമാണ് ആൾക്കാരോട് നോ പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് വേദനിക്കണ്ട പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവസാനം നമുക്കെല്ലാം പണി കിട്ടുക. ഇപ്പൊ നോ പറയാൻ പഠിച്ചോ? അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. ഹ്യൂമാനിറ്റേറിയൻ സ്റ്റൈലില് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം.